പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആശിഷ് ബാനർജിയാണ് ഖേർഭൂമിലെ വസതിയോട് ചേർന്നുള്ള പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു പേജുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. തന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്നും രാഷ്ട്രീയത്തിലിറങ്ങിയതിന് ദുഃഖിക്കുന്നുവെന്നും ആശിഷ് ബാനർജി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കുടുംബത്തിൽ നിന്നാരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുതെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആശിഷ് ബാനർജിയുടെ കൈപ്പടയിൽ തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെത്തിയത്. തുടർച്ചയായി 25 വർഷം MLA ആയിരുന്ന തൃണമൂൽ നേതാവാണ് 74-കാരനായ ആശിഷ് ബാനർജി. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തൃണമൂലിലെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെന്നും മമതാ ബാനർജിയുടെ വിശ്വസ്തനായ ആശിഷ് ബാനർജി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉത്തരവിട്ടു. পুলিশকে একটু সহযোগিতা করুন, আমি ডিজিপি এবং এসপি বীরভূমকে নির্দেশ দিয়েছি মোবাইল ফোনগুলো যেগুলো উনি ইউজ করতেন সেগুলো যদি পুলিশকে দেন, পুলিশ তদন্ত করে দেখবে যে দুর্নীতিগ্রস্ত কোন লোকজন উনাকে ভয় দেখিয়েছে কিনা, যে আপনার নাম বলে দেবো আমরা. ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്ന് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.